അപ്പോൾ അങ്ങനെ ഇപ്പോൾ കുണ്ടലിനി യോഗത്തിലോട്ട് നമ്മൾ ഇറങ്ങുകയാണെങ്കിൽ നമുക്ക് 2-3 വഴി അതിനകത്ത് തന്നെ കിടപ്പുണ്ട്. ഒന്നെന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ചക്രത്തിൻ്റെ ഫോർമാറ്റ് നമ്മൾ ഫസ്റ്റ് ലെവലിൽ ചെയ്താണ്, നിങ്ങൾക്കൊക്കെ എത്ര ഓർമ്മയുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ ആ ഫോർമാറ്റിനകത്ത് എല്ലാം അടക്കം ചെയ്തിരിക്കും. ഇത്രയും ക്ലവറായിട്ട് ഇത്രയും ചുരുക്കത്തിൽ ഒരു വലിയ ശാസ്ത്രത്തിനെ ഒതുക്കാൻ പറ്റിയത് ലോകത്തിലെ ഒരു മഹാത്ഭുതമായിട്ടാണ് ഞാൻ കാണുന്നത്. ചുമ്മാ ഒരു സ്ക്വയർ വിട്ട് അതിന് ചുറ്റും 4 പെറ്റൽ വിട്ട് അതിനിടയ്ക്ക് ഒരു ഡൗൺവേർഡ് പോയിൻറ്റിങ് ട്രയാങ്കിൾ വിട്ട് അതിനകത്തൊരു ശിവലിംഗം പോലൊരു സാധനം വിട്ട് അതിലൊരു പാമ്പിനും ചുറ്റി വെച്ചു. പിന്നെ അപ്പുറം കാണാൻ സൗകര്യത്തിൻ്റെ ബാലൻസിന് വേണ്ടി ഇവിടെ ഒരു ഫെമിനൈൻ ഡയറ്റി അവിടെ ഒരു മാസ്കുലൈൻ ഡയറ്റിയും വെച്ചു. പിന്നെ ഇതെല്ലാം കൂടെ എടുത്തുകൊണ്ട് പോകാനായിട്ട് ഒരു വലിയ വയറൊക്കെ ഉണ്ട്, തുമ്പിക്കൈയും ഒക്കെ ഉള്ള മഹാഗണപതിയെ അവിടെ വെച്ചു. വിഘ്നേശ്വരൻ എന്നാണ്, തടസ്സമില്ലാതെ പോട്ടം. ഇതെല്ലാം വെച്ച് ഇത്രയും വെച്ചതിനകത്തോട്ട് സർവ്വകാര്യവും വെച്ചു എന്നുള്ളതാണ്. ഈ ഫോർമാറ്റ് ആദിഗംഭീര ഫോർമാറ്റാണ്. അത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇൻ്റർപ്രട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അങ്ങോട്ട് പോകാൻ നേരമല്ല. അതിനകത്ത് നമ്മളിപ്പം നിൽക്കുന്ന എല്ലാ കാര്യങ്ങളും അതിനകത്തുണ്ട്. നമ്മൾ ഇപ്പോഴത്തെ മൂലാധാരത്തിൽ നിൽക്കുന്ന ഒരു മനുഷ്യൻ എവിടെ നിൽക്കുന്നു എന്നത് ആ ഫോർമാറ്റിൽ വ്യക്തമായി. ഈ പടം ഓർമ്മയുണ്ടെങ്കിൽ ബാക്കിയെല്ലാം ഓർമ്മയുണ്ട്. കോഡ് ചെയ്തിരിക്കുക. പഴയ സമ്പ്രദായത്തിൽ ഇങ്ങനെ പിക്ചറൊക്കെ വെച്ചിട്ട് ശബ്ദവും വെച്ചിട്ട് കോഡ് ചെയ്തിരിക്കുക. അപ്പോൾ അങ്ങനെ അത് ആ മൂലാധാരത്തിൽ നിന്നിട്ട് നമ്മൾ നോക്കുക. അപ്പം മൂലാധാരം എന്ന് പറയുന്നത് നമ്മൾ കണ്ടു ഫുഡ് സെക്യൂരിറ്റി ഷെൽട്ടറിൻ്റെ സ്ഥലമാണ്. അപ്പോൾ ആ സ്ഥലത്ത് അവിടെ എങ്ങനെ നമ്മൾ റിയാക്ട് ചെയ്യുന്നു എന്നുള്ളത് അറിഞ്ഞാലേ നമ്മൾ പഠിക്കാൻ പറ്റും. അത് നമ്മൾ പഠിക്കാൻ തുടങ്ങുമ്പോൾ അത് നമ്മൾ കുറേശ്ശെ അൺട്രാവൽ ചെയ്യും. ഫുഡ് സെക്യൂരിറ്റി ആൻഡ് ഷെൽട്ടർ എന്ന് പറയുന്നത് ആണ് നമ്മുടെ ബേസ്. എല്ലാ ആനിമൽസിനെയും പോലെ അവിടെ നിൽക്കുമ്പം നമ്മൾ സാധാരണഗതിക്ക് ആൻസൈറ്റി ഉണ്ട്, ഫിയറുണ്ട്, ഫ്രസ്ട്രേഷനുണ്ട്, ആവറീസ് ഉണ്ട്, കോമ്പറ്റീഷനുണ്ട്, പിന്നെ പൊസസിവിറ്റി ഉണ്ട്, ജലസ് ഉണ്ട്, എല്ലാം ഉണ്ട്, ജലസി ഉണ്ട്, എല്ലാം ഉണ്ട്. നമ്മുടെ ബേസിൽ ഇതെല്ലാം ഉണ്ട്. അങ്ങനെ നിൽക്കുന്ന നമുക്ക് ഒരു സോഷ്യൽ എൻവയോൺമെൻറ്റിൽ ഇറങ്ങി നിൽക്കുമ്പോഴത്തേക്കും കുറച്ച് ബുദ്ധിമുട്ടുമുണ്ട്. പൊസസീവ്നെസ് കൊണ്ട് സൊസൈറ്റിയിൽ ഇറങ്ങി നിന്ന് കഴിഞ്ഞാൽ സൊസൈറ്റി ഇല്ല അവിടെ. ജലസിയും വെച്ചുകൊണ്ട് സൊസൈറ്റിയിൽ ഇറങ്ങി വന്നാൽ സൊസൈറ്റി അവിടെ ഇല്ല. അഗ്രഷനും കൊണ്ട് സൊസൈറ്റിക്കകത്ത് ഇറങ്ങി വന്നാൽ സൊസൈറ്റിക്ക് അവിടെ നിൽക്കാൻ ഒക്കില്ല. നമുക്ക് സൊസൈറ്റിയുടെ പാർട്ടാകാൻ ഒക്കത്തില്ല. നല്ല അഗ്രസീവിറ്റിയും പൊസസീവ്നെസ്സും ജലസിയും ഒക്കെ നിറഞ്ഞിരിക്കുന്ന ഒരു മനുഷ്യൻ കല്യാണം കഴിച്ചാലുള്ള സ്ഥിതി ആലോചിച്ചു. ഭാര്യ അങ്ങോട്ട് തിരിയുമ്പോഴേ പ്രശ്നമായി. എന്താണ് സംഭവം? തീർന്ന അത് തന്നെ. അതുകൊണ്ടാണ് അങ്ങോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല. അപ്പോൾ സോഷ്യൽ ലൈഫൊക്കെ ഒന്നും നടക്കത്തില്ല. ഇതിനകത്ത് വല്ലതൊക്കെ ചെയ്ത് വെച്ചാൽ ചിലപ്പോൾ സോഷ്യൽ ലൈഫ് ഉണ്ടാവും. ചിലപ്പോൾ ഇത് മറന്നു പോകുന്ന സമയത്താണ് സോഷ്യൽ ലൈഫ് ഉണ്ടാകുന്നത്. ഈ സ്റ്റബൺനെസ് അങ്ങ് മറന്നു പോകും ചിലപ്പോഴത്തേക്ക്. അതുകൊണ്ടല്ലേ ഈ കടയിൽ ബാറിലൊക്കെ നല്ല സോഷ്യൽ ലൈഫല്ലേ. ഇത് കുറച്ചകത്ത് ചെന്ന് കഴിയുമ്പോഴത്തേക്ക് ഇതെല്ലാം അങ്ങ് മറന്നു പോകും. ഇവിടുത്തെ എല്ലാം മറന്നുപോയി സുഖമായിട്ട് നിന്നിട്ട് അടിച്ച് പിറ്റായിട്ട് അളിയ അതങ്ങ് ഇറങ്ങല്. എന്താണ് എൻ്റെ താടിയിൽ ഒരുപാട് ഗ്രേവി വെച്ച് പെടുത്തിയിട്ടുണ്ട് കുടിയന്മാർ. എൻ്റെ കൂട്ടുകാരന്മാരുടെ കൂടെയൊക്കെ ഞാൻ കുടിക്കാൻ പോയി. ഞാൻ കുടിക്കില്ലായിരുന്നു. യൂറോപ്പിൽ ചെന്നതിന് ശേഷമാണ് വൈനൊക്കെ കുടിച്ചത്. അപ്പോൾ ചെന്ന് കഴിയുമ്പോൾ അടിച്ച് പിമ്പിരിയായി നിൽക്കുമ്പോൾ കാണാൻ താടിയൊക്കെ വളർത്തി വരുത്തിയിരിക്കുന്നത്. ഇങ്ങനെ വരികയല്ലേ, കോഴിയിറച്ചിയൊക്കെ കയ്യിലിങ്ങനെ വരെ വെച്ചിരിക്കുകയായിരിക്കും. കാര്യമായിട്ട് വന്നിട്ട് എൻ്റെ വിഷമം പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത്. അതായത് സ്നേഹം, ഭയങ്കര സ്നേഹം വന്നിട്ട് അങ്ങ് തടവില്ലേ താടിയിലൊക്കെ. രാവിലെ ഞാൻ ഇരുന്ന് കൊടുക്കും. കാരണം ഇയാൾക്ക് ഒരു വിഷമമുണ്ട്. ഇപ്പം എൻ്റെ താടി തീരുവാങ്ങി തീർന്നോട്ടെ. സത്യമായിട്ട് ഞാൻ ഇരുന്ന് കൊടുക്കും. എപ്പോഴും ഞാൻ ഇരുന്ന് കൊടുക്കും. താടിയിലൊക്കെ ഗ്രേവിയെല്ലാം പുരട്ടി ഭയങ്കര ഒരു സന്തോഷമായി കഴിഞ്ഞാൽ ഞാൻ ഒരു പാട്ട് പാടട്ടോ. ചെറിയ പാടണം. വാഴവേ മായം. കറക്റ്റല്ലേ? അയാൾക്ക് മനസ്സിലായി. വാഴവേ മായം ഉലഹേ മായം. അപ്പോൾ ആ സമയത്ത് വരുമ്പോൾ ഇതെല്ലാം പോയി സൊസൈറ്റിയായിട്ട് പുതിയൊരു സൊസൈറ്റി ഉണ്ടാക്കി അതിനകത്ത് സന്തോഷമായിട്ടിരിക്കും. പിന്നെ വിഷമങ്ങളെല്ലാം അങ്ങ് വിളിച്ച് പറയുക. എൻ്റെ വിഷമം എന്താണെന്ന് എല്ലാം പറയും. അതെല്ലാം കേൾക്കാൻ ഒരാളുണ്ടെങ്കിൽ സുഖമായിട്ട് ആനന്ദമായിട്ട് അവിടെ തന്നെ ഇരുന്ന് കുറേ നേരമൊക്കെ ആനന്ദിച്ചിട്ട് പിന്നെ അവിടെ നടക്കാൻ പറ്റാത്തതുകൊണ്ട് ഇഴഞ്ഞാൽ മതി.
പിന്നെ ഇളഞ്ഞ് ഏതെങ്കിലും അങ്ങനെ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. രാത്രി 1 മണി 2 മണിയായപ്പോൾ അടിച്ച് ഫിറ്റായി ഇങ്ങനെ ഇറങ്ങി അങ്ങനെ വരുമ്പോൾ വീട് കാണുകയാണ്. നോക്കിയപ്പോൾ വീട് തന്നെ ഇരിക്കുന്നു. അപ്പുറത്തുനിന്ന് പ്രകാശം വരുന്നുണ്ട്. അത് ഇഴഞ്ഞങ്ങ് അകത്ത് കയറും. കംഫർട്ടബിളായിട്ട് വീട്ടിനകത്ത് എത്തി സുഖമായിട്ട് കിടക്കും. നേരം വെളുക്കുമ്പോഴേ ഇല്ല വെള്ളം പോകാനുള്ള വലിയ പൈപ്പ് വാട്ടർ ഹൗസിൻ്റെ സൈഡിൽ ഇട്ടിരിക്കുക. 4 മണിക്ക് കണ്ണുറങ്ങുമ്പോഴത്തേക്ക് വശക്കേടായിട്ട് എവിടെ കിടക്കുന്നു. ഇതൊക്കെ യോഗമാണ്. ഇങ്ങനൊരു യോഗം അല്ല, നമുക്ക് നമ്മളെ തന്നെ പഠിക്കാനായിട്ട് ഇങ്ങനെയൊക്കെ നോക്കിയാൽ നമുക്കെല്ലാം കാണാം. അതിനകത്ത് എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അങ്ങനെ സോഷ്യൽ ലൈഫ് ഉണ്ടാകണമെങ്കിൽ മറ്റേ സാധനത്തിന് എന്തെങ്കിലും വെച്ചിട്ട് മറക്കണം. അതെല്ലാം മറന്ന് സോഷ്യൽ ലൈഫൊക്കെ തേടി അതൊക്കെ നടന്ന അവസാനം അതൊന്നും നടക്കില്ല. ദിവസം അടിച്ചുകൊണ്ട് വരുന്നതിനെ അങ്ങനെ കണ്ടിട്ടില്ല. ഒരു ദിവസം ഇങ്ങനെ അടിച്ച് വീട്ടിലൊന്നും കയറി. വീട്ടിൽ വന്ന് കയറി എന്ന് അടി മുഴക്കമാണ് വീട്ടിനകത്ത്. കാരണം ഇയാളിങ്ങനല്ലേ വരിക, ഒരു സ്വസ്ഥതയില്ലായിരിക്കുക. അന്നേ ദിവസം ഇങ്ങനെ ഇഴഞ്ഞാണ് വരുന്നത്. ഇഴഞ്ഞ് പടി കൂടെയൊക്കെ ഇഴഞ്ഞങ്ങ് അകത്ത് കയറിയപ്പം അവർ കുളിച്ച് നല്ല കുറിയെല്ലാം അടിച്ച് പാത്രത്തിനകത്ത് മറ്റേ മഞ്ഞപ്പൊടിയും ഇതെല്ലാം വെച്ച് വിളക്കുമെല്ലാം കത്തിച്ച് വെച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങ് കൊണ്ടുവന്ന് കർപ്പൂരം കത്തിച്ചങ്ങ് ഒഴിഞ്ഞേക്ക് ചുറ്റും മഞ്ഞയൊക്കെ എടുത്ത് നെറ്റിയിലൊക്കെ ഇട്ട് കൊടുത്ത്. എന്താണ് സംഭവം എന്നല്ലോ. അല്ലെങ്കിൽ സദ്യയൊക്കെ ഒരുക്കി വെച്ചിരിക്കുന്നു. ഇതെല്ലാം സദ്യയൊക്കെ ഒരുക്കി വെച്ചിരിക്കുകയാണ്. ഇതെല്ലാം കൊടുത്ത് വരവേറ്റ് അയാൾക്കൊന്നും തിന്നാൻ വയ്യ. എങ്കിലൊക്കെ കഴിഞ്ഞിട്ടങ്ങ് ബാക്കി അങ്ങ് ഉറങ്ങി. പിറ്റേ ദിവസം രാവിലെ എണീച്ച് ഓഫീസിലോട്ട് പോകാനൊരു ഉടുപ്പൊക്കെ എടുത്തിട്ട് അങ്ങോട്ട് പോയപ്പോഴത്തേക്ക് അങ്ങോട്ട് പോയി അവിടെ ചെന്നപ്പോൾ കൂട്ടുകാരൻ്റെ അടുത്ത് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാകുന്നില്ല. ഞാൻ എന്നും ചീത്ത വിളിയും അടിയും ബഹളമാണ്. ഞാൻ ഇന്നലെ ചെന്നപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് എന്നെ സ്വീകരിച്ച് കുറിയൊക്കെ ഇട്ട് തന്ന മഞ്ഞപ്പൊടിയൊക്കെ വിതറി നല്ല ഒരു ഇതായിട്ട് ഇങ്ങനെ ഇതാക്കി. അപ്പോൾ അതെന്താണ് അപ്പോൾ പറഞ്ഞ് നീ അവളുടെ തന്നെ പോയി ചോദിച്ചു. എനിക്കറിയത്തില്ല. അപ്പം വീട്ടിൽ ചെന്ന് എന്താണ് അടിക്കാതെ ചെന്നു ഇതറിയണ്ട്. അന്ന് അടിച്ച് പിമ്പരിയാതെ നേരെ വീട്ടിൽ ചെന്ന് കയറി ഭാര്യ അടുത്ത് ചോദിച്ച് ഞാൻ ഒരു കാര്യം അറിയാനാണ്. ഞാൻ ഇപ്പം നല്ല കറക്റ്റായിട്ട് വന്നിരിക്കുക. എന്താണ് സംഭവം? ഇന്നലെ നാഗപഞ്ചമിയായിരുന്നു. നൂറും പാലും കൊടുത്താ ഒരു കപ്പിലൊക്കെ കൊടുത്ത് 100 പാലും കൊടുത്ത് വരവേറ്റു. ഇങ്ങനെയാണ് സോഷ്യൽ ലൈഫ്. ഇതെല്ലാം കുണ്ടലിനി യോഗമാണ്. നിങ്ങളിത് യോഗമല്ലാന്നൊന്നും വിചാരിക്കരുത്. കുണ്ടലിനാണ് ഇഴഞ്ഞു വരുന്നത്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നാഗപഞ്ചമിയൊക്കെ ആഘോഷിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ബുദ്ധിപരമായിട്ട് ചിന്തിക്കുകയല്ലേ. 3ാമത്തെ ചക്രമായി. അപ്പം ബുദ്ധിപരമായിട്ട് ചിന്തിക്കുകയാണ്. എന്തെടുത്താലും പ്രശ്നമാണ്. എല്ലാം പ്രശ്നമായിപ്പോൾ. കാരണം നമ്മൾ അറിഞ്ഞ രീതിയിലല്ല കാര്യങ്ങൾ പോണത്. എല്ലാത്തിനും അത് നിങ്ങൾ നോക്കിയാൽ അറിയാം. കുണ്ടലിനി യോഗം നമ്മൾ പുസ്തകം വായിച്ച് പഠിക്കരുത്, വീട്ടിനകത്തിരുന്ന് പഠിക്കണം. ശരിക്കും അങ്ങനെ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല സുഖമായിരിക്കും ജീവിതത്തിൽ. പെട്ടെന്ന് ചക്രത്തിൽ കൂടെ കയറി അങ്ങ് പോകും. പിന്നെ മടങ്ങി വരത്തില്ല, അതേ ഉള്ളൂ. അങ്ങനെ വീട്ടിലോട്ട് വന്ന് കയറി എല്ലാം ഒക്കെ ശരിയാക്കിയപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് ഉടുപ്പഴിച്ച് അവിടെ തൂക്കി ഫോണെടുത്ത് ഇവിടെ വെച്ച് എന്നിട്ട് ഇതിനടുത്ത് അവിടെ വെച്ച് എല്ലാം ഒക്കെ വെച്ച് കംഫർട്ടബിളായി. അപ്പോൾ മാറോട്ടെ ഇരിക്കല്ലേ. മാറ ഇങ്ങോട്ട് വന്നപ്പോൾ ഇത് അവിടെ ഇരിക്കണം, മറ്റേ ഇവിടെ ഇരിക്കണം, ഇതിവിടെ ഇരിക്കണം, വെള്ളം അവിടെ ഇരിക്കണം. ഇതെല്ലാം കൂടെ എന്തെങ്കിലും വാരി വെച്ചിട്ടിരിക്കുന്നു. ഒതുക്കിയൊക്കെ ഇട്ടിരിക്കുകയാണ്. പകൽ വേറെ ജോലിയൊന്നും ഇല്ലാത്തതുകൊണ്ട് പണ്ടത്തെ ഭാര്യയല്ലേ, എല്ലാം ഒതുക്കിയൊക്കെ ഇട്ട് വെച്ചിരിക്കും. അതിനെല്ലാം കൂടെ ഒന്ന് ഓരോന്നിനെ ഇവിടെ വെച്ച് മാറ്റാനെടുത്ത് അവിടെ വെച്ച് ഇതിനടുത്ത് അങ്ങോട്ട് വെച്ച് ഇതിനകത്ത് വെച്ച് കംപ്ലീറ്റ് വാരി ഇട്ടുകൊണ്ട് നടുക്കിരിക്കുകയാണ് സമാധാനമായിട്ട്. അപ്പോഴത്തേക്കും ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഇതിനടുത്ത് മാറ്റി ഇങ്ങോട്ട് വെച്ച്, ഇതിനടുത്ത് മാറ്റി അങ്ങോട്ട് വെച്ച്, ഇതിനടുത്ത് മാറ്റി ഇങ്ങോട്ട് വെച്ച് എല്ലാം കറക്റ്റായി. ഇപ്പം നോക്കുമ്പോഴത്തേക്ക് ഇവിടെ ഇരുന്ന എന്ത് കുഴപ്പം? ഇവിടെ ഇരുന്ന എന്ത് കുഴപ്പം? അവിടെ ഇരിക്കൂലേ? അപ്പം നിനക്ക് ഇവിടെ ഇരിക്കണമെന്ന് ഇഷ്ടമല്ലേ? എന്നാൽ അവിടെ ഇരിക്കണ്ടേ, അവിടെ തന്നെ ഇരിക്കട്ടെ.
തുടങ്ങി ഈ പരിപാടി. ഇവിടെ ഇരുന്നവർക്ക് ഇഷ്ടപ്പെടില്ല, ഇവിടെ അവർ കണ്ടിട്ടില്ല. ഇവിടെ അല്ല ഇതിൻ്റെ സ്ഥലം, ഇതിവിടെയാണ് ഇതിൻ്റെ സ്ഥലം, അവിടെ ഇരിന്നാൽ മതി. പിന്നെ ഇപ്പം ആരുടെ പോയി ചോദിക്കാൻ, ഗൂഗിളിൻ്റെ അടുത്ത് ചോദിക്കാൻ എവിടെ ഇരിക്കണം, ഗൂഗിൾ വിട്ടില്ല. ഇപ്പം എനിക്ക് അറിഞ്ഞൂടാന്നൊക്കെ പറയും. അപ്പോഴേ തന്നെ സിറി ഇങ്ങനെ വന്നിട്ടൊക്കെ പറയാം, അയ്യോ എനിക്ക് അറിഞ്ഞൂടാ ഈ കാര്യമൊന്നും എൻ്റെ അടുത്ത് ചോദിക്കരുത്. ഇങ്ങനെ അവരവരുടെ സങ്കല്പത്തിലും കോൺസെപ്റ്റിലും ബിലീഫിലും എല്ലാത്തിനും ഒരു പ്ലേസ്മെൻറ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ പ്ലേസ്മെൻറ്റ് മാറാൻ അവർക്കും പറ്റില്ല, ഈ പ്ലേസ്മെൻറ്റ് മാറാൻ ഇയാൾക്കും പറ്റത്തില്ല. ഈ കണ്ടീഷൻ നിൽക്കുമ്പോൾ ഫാമിലി പോകത്തില്ലല്ലോ. ഏതാണ് ഫാമിലിക്കകത്ത് നടന്നുകൊണ്ടിരിക്കും ഇങ്ങനെ. അപ്പോൾ അത് കല്യാണം പുതിയതായിട്ട് കഴിച്ചുള്ളവരൊക്കെ ആലോചിച്ചോളാം കേട്ടോ. ആലോചിച്ചല്ലോ ഓരോ സാധനമൊക്കെ എടുത്ത് മാറ്റി വയ്ക്കുമ്പോൾ ഒന്ന് പേടിച്ച് നോക്കണം, കണ്ണിലോട്ട് നോക്കണം, എവിടെയാണ് നോക്കണം, ഇവിടെ. അപ്പം ഇങ്ങോട്ട് മാറ്റി വെച്ച് നോക്കണം. അപ്പോൾ കൊള്ളാം, അവിടെ വെച്ചത് അടിപിടിയൊന്നും ഉണ്ടാകത്തില്ല. ഇങ്ങനെയാണ് ഈ കോൺസെപ്റ്റ് വർക്ക് ചെയ്യുന്നത്. ഭയങ്കരമായിട്ട് ഇത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ദൈനംദിനം. അല്ലാതെ ഈ പൂജയ്ക്ക് ഇരിക്കുമ്പോൾ മാത്രമല്ല, മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ മാത്രമല്ല. അപ്പോൾ ഇതിൽ നിന്ന് ഇങ്ങനെ കൂടി 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 അഗ്നിപർവ്വതം ഇങ്ങനെ കൂടി വരികയാണ്. എന്നെങ്കിലും ഒരു ദിവസം ഇത് പൊട്ടും. ഫയറാണ് എലമെൻറ്റ്, മണിപ്പൂര ചക്രം, അത് പൊട്ടും. ഇത് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരു നിവൃത്തിയില്ല. അപ്പം ഇത് സാധാരണ ഒരുപാട് സ്കൂളിലൊക്കെ ബ്രഹ്മത്തിൽ ധ്യാനമല്ലേ പോയാലും പറഞ്ഞു കൊടുക്കാം, ധ്യാനിക്കാനാണല്ലോ ഗുരുക്കന്മാർ പറയും. ഇവിടെ ധ്യാനിക്കുമ്പോൾ ശരിക്കും ഫയർ അല്ലേ ഓണാവുന്നത്? ഫയറിന്റെ ഒരു എലമെന്റ് അവിടെ ഉണ്ടാവും. അവിടെ ഫയർ എലമെന്റ് അല്ല, എലമെന്റ് തീർന്നല്ലോ. പക്ഷേ അത് ഫയറുമായിട്ട് അവർ ബന്ധപ്പെടുന്ന വെച്ചാൽ ഇന്നർ ഐ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റിലാണ്, ഇന്നർ ഐ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റിലാണ് ഈ ബ്രഹ്മത്വത്തിൽ നമ്മൾ ഫയർ ഒന്ന് കണക്ട് ചെയ്യുന്നത്. ഫയർ, ഹീറ്റ്, ഫയർ, ലൈറ്റ്, വിഷൻ. അപ്പോൾ ഈ ആജ്ഞാചക്രത്തിൽ വരുന്നത് വിഷനാണ്, ആക്ച്വൽ പുറത്തുള്ള ലൈറ്റല്ല. പക്ഷേ അത് സബ്റ്റിൽ വിഷനാണ്. അതിൻ്റെ റൂട്ട് ഫയർ കണക്റ്റഡാണ്. ഫയറില്ലെങ്കിൽ ലൈറ്റില്ല, ലൈറ്റില്ലെങ്കിൽ വിഷനില്ല, രൂപമില്ല, രൂപമില്ലെങ്കിൽ ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ആ കണക്ഷൻ വെച്ചിരിക്കുന്നത്. അതായിരിക്കും അയാൾ കാണുന്നത്, അയാൾ കറക്റ്റായിട്ട് കണ്ടുകൊണ്ടിരിക്കുക. പക്ഷെ മറ്റേ സാധനം ഉണ്ടല്ലോ, ഈ പറഞ്ഞ മണിപ്പൂരം, ഈ മണിപ്പൂരത്തിനകത്ത് നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കോൺസെപ്റ്റ് വിടില്ല. അത് വിടാതെ ആക്റ്റീവായിട്ടല്ല അത് കിടക്കുന്നത്, വളരെ ഡോമൻ്റായിട്ട് അവിടെ കിടക്കും. അപ്പോൾ ആ കിടക്കുന്ന സാധനം പുകയുമ്പോഴത്തേക്കും ഈ പറഞ്ഞതുപോലെ അവിടെ ഈ നമ്മൾ ഇൻസിസ്റ്റ് ചെയ്യും, ഭയങ്കര ഷാർപ്പായിട്ട് ഇൻസിസ്റ്റ് ചെയ്യും. എന്തിനാണെന്നറിയാം ഇൻസിസ്റ്റ് ചെയ്യുന്നത്? അവൻ്റെ നന്മയ്ക്ക് വേണ്ടി എന്നാണ് പറയുന്നത്. ഈശ്വരൻ്റെ നന്മയ്ക്ക് വേണ്ടി സ്വന്തം ജീവിതം കുട്ടിച്ചോറാക്കും. അതാണ് ഇൻസിസ്റ്റ് ചെയ്താൽ എല്ലാവരും വെറുക്കില്ലേ? വെറുതെ ഇൻസിസ്റ്റ് ചെയ്താൽ മതി. ഇങ്ങോട്ട് വന്ന് ചെരുപ്പം അവിടെ അഴിച്ചിട്ട് വീട്ടിനകത്ത് എന്ത് ഇവിടെ ഇടുന്നതെന്ന് ചോദിച്ചാൽ പിന്നല്ല, പിന്നെ ഇനി അവിടെ ഇടാം, അതിൻ്റെ വീട്ടിൽ കൊണ്ടിടണം. ഇതെല്ലാം കുട്ടികളുടെ യോഗമാണ്, കണ്ടോളണം. ഇങ്ങനെ കാണണം. ഇത് കാണുമ്പോഴാണ് ഈ ലൈഫിനകത്തൂടെ നമ്മൾ ഇതിനകത്തൂടെ ഇങ്ങനെ കടന്ന് കയറി പോവും. അതല്ലെങ്കിൽ നമ്മൾ പുസ്തകത്തിലിരിക്കും, പ്രാക്ടീസ് വേറൊരു വഴിക്ക് കിടക്കും, ജീവിതം വേറൊരു വഴിക്ക് അവിടെ കിടക്കും. ഇതെല്ലാം കൂടെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതിൻ്റെ യോഗം എന്ന് പറയും. യോഗം മീൻസ് ഇൻ്റഗ്രേഷൻ അല്ലേ? ഇതാ. അപ്പോൾ ഏതായിരുന്നാലും അങ്ങനെ മണിപ്പൂര ചക്രത്തിൽ ഈ കോൺസെപ്റ്റൊക്കെ വെച്ച് ആളായിട്ടൊക്കെ അങ്ങനെ അവിടെ നിൽക്കുമ്പോഴത്തേക്ക് ആരെങ്കിലും വന്ന് ചോദിക്കും. മിക്കവാറും മക്കളായിരിക്കും വന്ന് ചോദിക്കുന്നത്. മക്കളൊന്ന് ചോദിക്കും കുറച്ച് ദിവസം കഴിയുമ്പോൾ, എന്ത് അച്ഛൻ ചുമ്മാ കിടന്ന് വല്ലതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക, അച്ഛൻ എന്തോന്നിത്? കാലം മാറി, അടുത്ത ജനറേഷനാണ്, അവർ കാണുന്നത് കംപ്ലീറ്റ് ആയിട്ട് വ്യത്യസ്തമാണ്. അച്ഛൻ എന്താണ് പറയുക? ഞാൻ എൻ്റെ അച്ഛൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. അത് നിങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ആടിയപ്പം കിട്ടും, അതുകൊണ്ട് നിങ്ങൾ ഇപ്പം എന്നെ തൊട്ട് നോക്കിയാൽ അറിയാം. അങ്ങനെ പോവുകയാണ്, കാലം മാറിക്കൊണ്ട് പോവുക. അപ്പോൾ എന്നാലും ഈ ഇതിൻ്റെ ബേസിക് ട്രേറ്റ്സൊക്കെ അവിടെ കിടക്കുക. എന്നാലും ഇതിനെ ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുക. അതാണ് നമ്മുടെ ഐഡിയ. മനസ്സിലാക്കിയത് പഴഞ്ഞ സാധനങ്ങളൊക്കെ വയസ്സ് 10-80 എന്നാലും പഴയ സാധനമൊക്കെ വിടാൻ പറ്റില്ലല്ലോ. സുഖമായിട്ട് പിടിച്ചുകൊണ്ടിരിക്കും. പിള്ളേർ വരുന്ന പുതിയ ആളുകളാണ്. ഈ വരുന്ന പുതിയ ആൾക്കാർക്ക് ആ കാര്യത്തിനെ കുറിച്ച് അറിഞ്ഞാൽ കൂടാ. അപ്പോൾ അവരവരുടെ പുതിയ സാധനം അങ്ങ് എടുത്തിടുമ്പോൾ നമ്മൾ ഈ പഴയ സാധനം പിടിച്ചുകൊണ്ടിരിക്കും.
അവർ പറയാം അച്ഛൻ പോ അച്ഛാന്ന് പറയും. എത്രയേ ഉള്ളൂ. മനസ്സിലാക്കാൻ പറ്റില്ല, മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യും. അപ്പോഴേ ഒരു വലിയ വേറൊരു കാര്യം നടക്കും ഉള്ളിലോട്ട്. എന്താണെന്ന് പറഞ്ഞാൽ ഐസൊലേറ്റ് ചെയ്ത പോലെ തോന്നിക്കും. ലോകത്ത് ആരാലും എന്നെ മനസ്സിലാക്കാൻ പറ്റാതെ ഞാനിവിടെ ഒറ്റയ്ക്ക് എന്തിനു ജീവിക്കുന്നു. ഇത് വരുന്ന സമയത്ത് നമ്മുടെ സ്ക്രിപ്റ്റേഴ്സിൽ ഒരു കാര്യം പറഞ്ഞു വെച്ചിട്ടുണ്ട്. എന്താണെന്ന് മനസ്സിലായ സന്യാസം. ആർക്കും വേണ്ട, എല്ലാം ഉപേക്ഷിച്ച് ഗൃഹസ്ഥാശ്രമം പൊളിഞ്ഞു. പിന്നെ അപ്പം അങ്ങോട്ട് പോവുക. അങ്ങോട്ട് ഇവിടെ ഇരുന്നാൽ കുഴപ്പമാണെന്ന്. അതുകൊണ്ട് വാനപ്രസ്ഥം, അതാണ് വാനപ്രസ്ഥം. ആ സമയത്ത് ഒഴിഞ്ഞോളണം. വാനപ്രസ്ഥം പിന്നെ സന്യാസം, ഇങ്ങനെ പറയും. അപ്പോൾ ഇങ്ങനെ ലൈഫിലൂടെ ഈ ആശ്രമങ്ങളിലൂടെയാണ് ഇങ്ങനെയുള്ള ആശ്രമങ്ങളില്ലേ, ഈ പല പല ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ്, ഇതിൽ കൂടെ കടന്നു പോകുമ്പോൾ നമുക്കെല്ലാം മനസ്സിലായി വരും. പ്രത്യേകിച്ച് പ്രാക്ടീസൊന്നും ചെയ്യേണ്ട, ഒബ്സർവേഷനോടുകൂടി ജീവിച്ചാൽ മതിയാവും. അത് ഷാർപ്പായിട്ട് കണ്ട് ജീവിച്ചു പോകുന്നവർക്ക് ഈ പ്രശ്നമൊന്നുമില്ല. അവർ ജീവിച്ച് തീരുമ്പോൾ കാര്യവും കഴിയും. അങ്ങനെയാണ് മണിപ്പൂർ ചക്രം. അപ്പോൾ ഇത്രയൊക്കെ ആക്കി ബഹളമൊക്കെ ആയി വാനപ്രസ്ഥം ആയിട്ടുമില്ല, അവിടെ തന്നെ ഉണ്ട് ആൾ. ആ സമയത്താണ് ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ, ഇതൊക്കെ എല്ലാം തൊലഞ്ഞു പോയി എന്ന് തോന്നിക്കും. എല്ലാം വഴിയാതെ ലോകമേ മോശം, ലോകം ഇത് നല്ല സ്ഥലമൊന്നും അല്ല. പിന്നെ എന്ത് ചെയ്യാൻ, നമ്മളെ കാലത്ത് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. നമ്മളെ കാലത്ത് എല്ലാവരും പറയണം, വയസ്സാകുമ്പോൾ പറയും നമ്മളെ കാലം ഇങ്ങനെയൊന്നും അല്ല, ഇലക്ട്രിസിറ്റി പോലും ഇല്ല, നല്ല കാലം. അടുപ്പിൽ കിടന്ന് ഊതി പെണ്ണുങ്ങൾ തലമുടിയൊക്കെ പിന്നെ അടുപ്പിൽ വെച്ച് കത്തിച്ച് കാപ്പിയൊക്കെ ഇട്ടിരിക്കുക. നല്ല കാലം എന്ന് പറഞ്ഞോണ്ടിരിക്കുക. ഇപ്പോൾ തമാശ ഉണ്ടല്ലേ, അത് തന്നെ. ഇപ്പം ഇങ്ങനെയൊക്കെ ജീവിച്ച് നമ്മുടെ ജീവിതം ഒരു വിധമൊക്കെ കണക്കാക്കി അവസാനം അതിനകത്ത് അവിടെയൊന്നും നിൽക്കാനില്ല. അപ്പോൾ എന്താ പറ്റുമെന്ന് വെച്ചാൽ രാവിലെ എണ്ണിക്കുമ്പോഴത്തേക്കും എസ്കേപ്പ് ചെയ്യാൻ സ്ഥലമൊക്കെ ഉണ്ട് ഇവിടെ ആവശ്യമുള്ള. രാവിലെ എണ്ണിച്ച് കുളിച്ച് നേരെ അമ്പലത്തിലോട്ട് പോയി അവിടെ ഇരിക്കും. അവിടെ കുറേ കളവന്മാർ ഇതുപോലെ വരും. അവിടെ പോയി സുഖമായിട്ട് ഭഗവാനെയും കണ്ട് അവിടെയൊക്കെ ഇരുന്ന് പാചകം അടിച്ച് തിരിച്ച് വരണമല്ലോ എന്നൊരു വിഷമം കാണും. വരാമെന്നില്ലെങ്കിൽ അവർ അന്വേഷിച്ച് ഇറങ്ങും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കുറേ നേരം സമാധാനം കിട്ടും. കാരണം ജീവിതം വേറൊരു വഴിയിലോട്ട് പോവുകയാണ്. സമാധാനം അന്വേഷിച്ച് ഇങ്ങനെ ഡിവോഷണലായിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. അപ്പോൾ രാമായണ വായനയുണ്ട്, അവിടെ പോയിരിക്കും. ഒന്നും മനസ്സിലായില്ലെങ്കിൽ അവിടെ പോയിരിക്കാം. വീട്ടിലിരിക്കുന്നതിനേക്കാൾ സുഖം. ചാപ്പാടും കേട്ടു ഒരു നേരം അവിടെ കൊടുക്കുന്നു. ചാപ്പാടൊക്കെ അടിച്ച് അവിടെ തന്നെ വട്ടം കൂടിയൊക്കെ ഇരുന്ന് അവസാന കാലം ഇങ്ങനെയാണ്. പണ്ട് ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. എന്തോ അപ്പോൾ അങ്ങനെ നമ്മൾ കുറച്ചൊക്കെ ആയി. അപ്പോൾ ഡിവോഷണലായി, മനസ്സിലായി. ഹാർട്ട് ചക്രം ഓപ്പണായി കിടക്കുകയാണ്. ഇപ്പോൾ വേറെ ഒരു വഴിയില്ലാത്തതുകൊണ്ട് ഓപ്പണായി പോയതാണ്. ഹാർട്ട് ചക്രമൊക്കെ ഓപ്പണായി. അപ്പോഴത്തേക്കും അതിൻ്റെ മന്ത്രം കേട്ടിട്ടില്ലേ നിങ്ങൾ? യാം യാം വല്ലതുണ്ടെങ്കിൽ കഴിക്കാനായിട്ട് യാം യാം എന്ന് വല്ലതും താം. ഞാൻ പറഞ്ഞതിന് മൊത്തത്തിൽ ഘടകവിരുദ്ധമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പഴയ ഓർമ്മ യാം യാം എന്ന് ജപിച്ചുകൊണ്ട് അങ്ങനെ റിലാക്സ് ചെയ്തിരിക്കുക. അപ്പോൾ ഇത്രയായപ്പോഴത്തേക്ക് ഇനിയിപ്പം ഇവിടെ അങ്ങ് കൂടാൻ ഒക്കത്തില്ല. പിന്നെ എന്താണെന്ന് വെച്ചാൽ എവിടെ ഇരുന്നാൽ നമുക്ക് അകത്തോട്ട് നോക്കാമെന്നൊക്കെ തോന്നിക്കുമല്ലോ. ഇതൊക്കെ ഒന്നും ശരിയാകുന്നില്ല, എന്നാൽ പിന്നെ രാവിലെ എണ്ണിച്ച് അകത്തോട്ട് നോക്കാം എന്ന് പറഞ്ഞ് തീരുമാനിക്കാം. അപ്പോഴാണ് അകത്തോട്ട് നോക്കണമെന്ന് അറിയാം, മനസ്സിലായി തുടങ്ങി. അപ്പോൾ വിഷു വരികയാണ്. ഒരു വലിയ കണ്ണാടി എടുത്ത് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ പഴമെല്ലാം വെച്ചിട്ട് പോയി നോക്കും. നമ്മളെ തന്നെ കാണണ്ടേ, നീ നോക്കാമെന്ന് പറയും. അപ്പോൾ ഇത് നോക്കാൻ തുടങ്ങും. വിഷുവിൽ നമ്മളങ്ങനെ എണീക്കും. ഏറ്റവും വലിയ കണ്ണാടി എടുത്ത് അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് അതിലോട്ട് വന്ന് നിൽക്കുമ്പോഴത്തേക്കും കൊണ്ട് കാണാൻ സാക്ഷാൽ ഭഗവാൻ മുമ്പ് അവതരിപ്പിച്ച് അങ്ങനെ നിൽക്കുകയാണ്. തനി വിശ്വരൂപം ചിരിച്ചൊക്കെ നോക്കുമ്പോഴത്തേക്കും കൊള്ളാം, കുഴപ്പമൊന്നുമില്ല, ഇവർക്കൊക്കെ ഭ്രാന്താണ്, എനിക്ക് കുഴപ്പമൊന്നുമില്ല, കണ്ടല്ല. അങ്ങനെ അകത്തോട്ട് മടങ്ങാൻ തുടങ്ങും. അങ്ങനെ അകത്തോട്ട് മടങ്ങി അവിടെ കുറച്ച് സമാധാനമൊക്കെ കണ്ടുപിടിക്കാനൊക്കെ നോക്കി അവിടെയൊക്കെ നിൽക്കും. വിശുദ്ധ ചക്രമാണ്. ഇത്രയായപ്പം പിന്നെ ആരടുത്തും ഒന്നും പറയാനില്ല. പിന്നെ ഇങ്ങനെ സമാധാനമായിട്ട് എവിടെയെങ്കിലുമൊക്കെ ഇരിക്കുക എന്നുള്ളത് മാത്രമാണ്. അങ്ങനെ സമാധാനമായിട്ട് ഇരുന്നിട്ട് ഉള്ളിലോട്ട് നോക്കാനായിട്ട് ആരും പറയാതെ തന്നെ അവിടെ എത്തിക്കോളും. അങ്ങനെ നിൽക്കും. അപ്പോഴാണ് പറയുന്നത്. അപ്പോൾ കേട്ടിട്ടില്ലേ, കാലൊക്കെ നീട്ടിയിട്ടുണ്ട് പണ്ട്, ഇപ്പം ഇല്ല.
നരനായി ഇങ്ങനെ ജനിച്ചു ഭൂമിയിൽ ഭൂമിയിൽ നരകവാരീതി നടുവിൽ ഈ നരകത്തിൽ തന്നെ കരകയറ്റണമെന്നാണ്. അങ്ങനെയുള്ളതൊക്കെ പാടി പാടിയിരിക്കും. കുറച്ച് ആളുകളൊക്കെ കേൾക്കും. കൊള്ളാമല്ലോ അങ്ങനെ മനസ്സിലായി അപ്പൂപ്പന്. അപ്പോൾ ഇതുപോലെ വേറെ കുറച്ച് ആളുകളുണ്ട്. അവർ ഈ പാട്ടും കേട്ടുകൊണ്ട് അവരൊക്കെ വന്ന് കൂടും. അവിടെ സമൂഹമൊക്കെ ഉണ്ടാവും. അവിടെ ഇരുന്ന് ഇതൊക്കെ പറഞ്ഞ് സത്സംഗം അങ്ങ് നടക്കാൻ അറിയാതെ സന്യാസിയായിപ്പോയി. ഇൻ്റഗ്രേഷനിൽ അടുത്തോട്ട് വരിക. വേറെ എവിടെയും കൊള്ളില്ല, ഇവിടെ മാത്രം പറ്റും. ആജ്ഞാചക്രമൊക്കെ ഉണർന്ന് കാര്യങ്ങളൊക്കെ കാണാൻ തുടങ്ങി, ജീവിതം അനുഭവിച്ചു, കണ്ടു. പിന്നെ അവിടെ സ്വസ്ഥമായിട്ടിരിക്കുമ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ നടന്നോളും. എങ്കിലും രഹസ്യമായിട്ട് പറയും, ഞാൻ പോകുന്ന നേരത്തെ ചുമന്ന മുണ്ടിട്ടണ്ട, വെള്ള മുണ്ടിട്ടാൽ മതി. ഒരാഗ്രഹം കൂടെ, അവസാനത്തെ ആഗ്രഹമല്ലേ, വെള്ളം മുണ്ടം കിട്ടുള്ളൂ, കുഴപ്പമില്ല. അപ്പോൾ ഇത് കുണ്ടലിനി യോഗമാണ്. ഇങ്ങനെയും ഉണ്ടൊരു കുണ്ടലിനി യോഗം. ഇതാണ് സംഭവിക്കുന്നത്. ഇപ്പം ഇതിൽ നമ്മൾ അലർട്ടായിട്ട് നിൽക്കുകയും നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുകയും ചെയ്യുമ്പോൾ ചിലയിടത്തൊക്കെ ചില ഹൂക്കും ചില ഹിച്ചസും ഒക്കെ ഉണ്ട്. അങ്ങോട്ടും കൊണ്ട് പോകാനൊന്നും പറ്റത്തില്ല. ഈ എന്നുവെച്ചാൽ നമ്മൾ നേരത്തെ ഇന്നലെയൊക്കെ പറഞ്ഞ ഒരു വയറിങ് ഉണ്ടല്ലോ, ഈ ന്യൂറൽ വയറിങ് എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെയൊക്കെ വയർ ചെയ്ത് ചെരിപ്പെട്ട് കിടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അതൊന്നും മാറത്തില്ല. അതൊന്നും മാറ്റി ഫിക്സ് ചെയ്യാമെന്ന് പറഞ്ഞാൽ നടക്കത്തുമില്ല. അപ്പോൾ അതുകൊണ്ട് നേരത്തെ കൂട്ടി നമ്മൾ ഇതിനെയൊക്കെ മാറ്റി ഫിക്സ് ചെയ്യാൻ ശ്രമിക്കുന്നു. അങ്ങനെ മാറ്റി ഫിക്സ് ചെയ്യുന്നതിന് വേണ്ടി ചില സ്കീമൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിലൊരു സ്കീമാണ് കുണ്ടലിനി യോഗത്തിൻ്റെ സ്കീം. ഇത് മാത്രമല്ല, ഒരുപാട് സ്കീമുകൾ ലോകത്തെല്ലായിടത്തും ഉണ്ട്. അതിൽ നമ്മൾ ഇവിടെ ഇന്ത്യയിൽ ഇത് പ്രചാരത്തിൽ വന്നു. അപ്പോൾ അത് നോക്കി പോയാൽ ചിലപ്പോൾ ഒരു ഷോർട്ട് കട്ട് പോലെയൊക്കെ തോന്നിക്കും, കുറച്ച് ദുർഘടമായിരിക്കും, പക്ഷേ നമുക്ക് അവിടെ എത്താം. അതാണ് ഈ സ്കീം എന്ന് പറയുന്നത്. പിന്നെ അകത്തോട്ട് പോയിട്ട് പിന്നെ മനസ്സിലാക്കി അവിടെ ഇരുന്ന് വേറെ ഒന്നുമില്ല. അല്ലെങ്കിലും നമ്മൾ എത്തുന്ന സ്ഥലം എന്താണ്? എന്തോ ശവപ്പുറ അല്ല, ജീവിച്ചോണ്ടിരിക്കുമ്പോൾ അത് പിന്നല്ലേ. നിരാലംബപുരിന്ന് ആരുമില്ല. നമ്മൾ ഈ ഉന്നം വെച്ച് ഈ പ്രാക്ടീസൊക്കെ വെച്ച് മൂക്കൊക്കെ വലിച്ച് തുറന്നൊക്കെ ചെയ്തിട്ട് അവസരം എത്തുന്നത് നിരാലംബപുരിയിലാണെന്ന്. ഒരുത്തരും ഇല്ല. ഈ കണ്ടതൊന്നുമേ സത്യമല്ല, ഇത് കണ്ടതൊന്നുമേ സത്യമല്ല എന്ന് പറഞ്ഞ് തിരിച്ചറിയുകയാണ്. വേറെന്തോ ആണെന്ന് തിരിച്ചറിയുകയാണ്. അവിടെ ഒന്നുമില്ല, അതാണ് സത്യം. ഇവിടെ ജീവിച്ചപ്പോഴും മനസ്സിലായി, ഒന്നുമില്ല, ആരുമില്ല എന്ന് തിരിച്ചറിയാം. രണ്ടും ഒരേ വഴിയിലെത്തും. അതുകൊണ്ടാണ് മര്യാദയ്ക്ക് ജീവിച്ചാൽ അവിടെ എത്തുമെന്ന് പറയാം. അങ്ങനെ നിരാലംബപുരിയിലൊക്കെ എത്തി. അതാണ് നമ്മുടെ ശൂന്യചക്രം എന്ന് പറയുന്നത്. അവിടെ എത്തി. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ബാക്കിയുള്ളത് സംഭവിച്ചോ. ഇതാണ് നമ്മുടെ കുണ്ടലിനി ചരിത്രം. ഇനി ഇതിൽ എളുപ്പ വഴിയിൽ നമുക്ക് എത്താൻ വേണ്ടിയാണ് നമ്മൾ ഈ പറഞ്ഞ 1-2 ഷോർട്ട് കട്ട്സൊക്കെ പിടിച്ച് നോക്കിയല്ലോ. മൂലാധാരം, മര്യാദ ഇരിക്കുന്ന മൂലാധാരത്തിനകത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്ത ഒരു അവസ്ഥയിലെത്താൻ വേണ്ടി നമ്മളതിന് ചുമ്മാ ഇരിക്കുകയല്ലേ. അപ്പം പിന്നെന്താണ്, ഇത് വലിയ സത്യമാണിത്. വംശമുഷംസം വേറെ ജോലിയൊന്നുമില്ല. കാരണം ഇത് ജപിച്ചോന്ന് എല്ലാം ജപിച്ച് ഒരു ഇതൊക്കെ അവിടെ അനങ്ങി തുടങ്ങി കുണ്ടലിനി. പിന്നെ അവിടെ പിന്നെ അതിൽ നിൽക്കുന്നില്ല അല്ലേ. എന്നാ ബീജമന്ത്രം പിടി. കൊള്ളാമല്ല, കുറച്ചുകൂടെ കൊള്ളാം. മറ്റേത് ഇങ്ങനെ പെട്ടെന്ന് തീർന്നു പോവുകയാണ്. വം ശമ്മ ഞാൻ എന്ന് പറഞ്ഞ് പിടിക്കുക. അതിന് ചന്ദ്രകല കൂടെ ഉണ്ട്. അതാണ് അതിൻ്റെ വ്യത്യാസം. ബീജമന്ത്രത്തിൽ ചന്ദ്രകലയെ ഒരു പൊട്ടും കൂടെ ഉണ്ട്. മറ്റേ പെറ്റുലർ സൗണ്ടിന് ഒറ്റ പൊട്ടേ ഉള്ളൂ. വാ പൊട്ട് വാം. ഇതിൽ അങ്ങനെ പിടിക്കുക. അങ്ങനെ ലങ് പിടിച്ച്
ഒരുവിധമായി ഇങ്ങനെയാണ് പോകണമല്ലേ എന്ന്. അപ്പോൾ കൊള്ളാം. അങ്ങനെയെല്ലാം സെക്കൻഡ് ചക്രയ്ക്ക് വം, പിന്നെ തേർഡ് ചക്രയ്ക്ക് രം, പിന്നെ യം, പിന്നെ ഹം. കൊള്ളാം. കൊള്ളാം, അതാണ് ഹം. ഓ, ഞാൻ കുറച്ച് പണിപ്പെട്ട് കേട്ടാ ഇവിടെ എത്താനായിട്ട്. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ വേറെ എന്താ ചെയ്യാനുണ്ട്, പിന്നെ ഒന്നും പ്രത്യേകിച്ചൊന്നും വരുന്നില്ല. എന്നാൽ പിന്നെ കഴിഞ്ഞ് കണ്ണടച്ചു ചെറിയും ഒക്കെ ഇങ്ങനെ ആയി എൻ്റെ ജീവിതം. എന്നാൽ പിന്നെ ഇനി ലേനം തന്നെയാണ് അവസാനത്തെ. അവൻ പിടിച്ചോ അവിടെ ഇട്ടൊന്ന്. അങ്ങനെ 3-4 പയ്യന്മാർ പോയി സന്യാസിയുടെ അടുത്ത് പഠിക്കാനായിട്ട്. BC-യിലാണ്. അല്ല, പയ്യന്മാരവിടെ പോയിട്ട് സ്വാമി കണ്ട് പറഞ്ഞു, സ്വാമി നമുക്ക് എന്തെങ്കിലും പഠിക്കാൻ വന്നിരിക്കണം. 5-6 വയസ്സേ ഉള്ളൂ, 7 വയസ്സൊക്കെ ഉണ്ട്. സ്വാമി പറഞ്ഞു, കൊള്ളാമല്ലോ, നിന്നോ. ഇവരങ്ങ് നിൽക്കാൻ തുടങ്ങി സ്വാമിയുടെ അടുത്ത്. വൈകുന്നേരം ആയപ്പോൾ പിന്നെയും കുളിച്ചിട്ട് വന്ന് സ്വാമിയോട് ചോദിച്ചാൽ, സ്വാമി എന്ത് നമുക്കെന്തെങ്കിലും പറഞ്ഞ് തരണമല്ലോ. അപ്പോൾ നില്ല്, നാളെ ആവട്ടെ. നില്ലെന്ന് പറഞ്ഞു, നാളെ ആവട്ടെ എന്ന് പറഞ്ഞതാണ്. അടുത്ത ദിവസം രാവിലെ ആയപ്പം കുളിച്ചെടുത്ത് വീണ്ടും പോയി സ്വാമിയോട് ചോദിച്ചു, സ്വാമി എന്ത് നിൽക്കേ എന്നാ പറഞ്ഞു. വൈകുന്നേരം ആയപ്പോൾ വീണ്ടും പോയി ചോദിച്ചു. അങ്ങനെ നിന്ന് അവസാനമായപ്പോൾ ചുമ്മാ ഇരുന്നിരുന്ന് ഇവന്മാർ ബോറടിച്ചിട്ട് സ്വാമി അവിടെ തൂക്കുന്നു. ഇവന്മാരും കൂടെ പോയി തൂക്കാൻ തുടങ്ങി. സ്വാമി പാത്രം കഴുകുന്നു, അതും കൂടെ കഴുകാൻ പോയി. കൃഷി ചെയ്യാൻ പോണു, കൂടെ പോയി. അങ്ങനെ പോയി എന്നും ചോദിക്കും. അവസാനമായപ്പോൾ ഇവന്മാർ മറന്നുപോയി ചോദിക്കാനായിട്ട്. സ്വാമി ചെയ്യുന്നതെല്ലാം ഇവരും ചെയ്യാൻ തുടങ്ങി. അങ്ങനെ 2 വർഷം സ്വാമി ചെയ്യുന്നതെല്ലാം ചെയ്തു. ഇവർ സ്വാമിമാരായിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സ്വാമി പെട്ടെന്ന് ഒരു ദിവസം വരും വിളിച്ചു. അവിടെ പോയിരുന്നു. ശരി, വിളിക്കാമെന്ന് പറഞ്ഞു. എന്താണ്? ഓം എന്ന് വിളിക്കാമെന്ന് പറഞ്ഞു. ആദ്യത്തെ വിളിച്ചു വരും. ഓം എന്ന് വിളിക്കുക, എന്ന് പറഞ്ഞിങ്ങനെ വിളിക്കുകയാണ്. ഫ്രാക്ഷൻ എടുത്ത് വിളിക്കുകയാണ്. അപ്പോൾ അത് ഏതാണ്ട് ഒരു പരുവായപ്പോഴത്തേക്കും ശ്വാസം അകത്തോട്ട് പോകുന്ന പരിപാടി നിന്നു. അകത്തോട്ട് എടുക്കുന്ന പരിപാടി നിന്ന് ഇപ്പോൾ പുറത്തോട്ട് പോകാൻ തുടങ്ങി. അങ്ങനെ പുറത്തോട്ട് അപ്പം എടുക്കുന്നുമില്ല, ഇപ്പോൾ പുറത്തോട്ട് പോകണമില്ല എന്ന് തന്നെ അടുത്ത് വന്ന് നിൽക്കുകയാണ്. അപ്പോൾ പിന്നെ റീറ്റൻഷൻ, പിന്നെ റീറ്റൈൻ ചെയ്യുന്നില്ല. ഇത് 3 അങ്ങ് തീർന്നു. ഓമം അങ്ങ് തീർന്നു. ഇവന്മാർ കാര്യം അങ്ങ് അറിഞ്ഞു. ഇത്ര അതാണ് ഒരൊറ്റ വെളിയിൽ സംഭവം നടന്നു. ഉപനിഷത്തിൻ്റെ വലിയ ഉപനിഷത്ത് ഇങ്ങനെ പറഞ്ഞിട്ട്, ഉപനിഷത്ത് സ്റ്റോറി തുടങ്ങുന്ന ഇങ്ങനെ. അകത്തോട്ട് എടുക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ തീർന്നു. അത് സെറ്റിൽ എല്ലാം ഈ 3 സ്റ്റേജും അങ്ങ് സെറ്റിൽ ചെയ്ത് മനസ്സിലൊന്നും ഇല്ലാതായി. അങ്ങനെ അവിടെ അങ്ങ് നിന്നു. സ്വാമി പോയപ്പോൾ ഇവരവിടെ തന്നെ സ്വാമി ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളെല്ലാം ചെയ്യാൻ തുടങ്ങി. അവസാനം ഇവന്മാരെല്ലാം സ്വാമിമാരായി, റിയലൈസ്ഡായി എന്നാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു കൊടുത്തത് വേറെ ഒന്നുമല്ല, ഈ ഓം മാത്രമാണ്. ഇതാണ് ആജ്ഞാചക്രത്തിൻ്റെ ബീജമന്ത്രം. അപ്പോൾ നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ കിടക്കുകയാണ്. അപ്പം ബാക്കി എല്ലാ ചക്രത്തിനും വെറ്ററാൾ സൗണ്ട് ഉണ്ട്, ഇതിന് വെറ്ററാൾ സൗണ്ട് ഉണ്ടല്ലോ, അത് പിന്നെ എന്ത് പ്രാക്ടീസ് ചെയ്യുന്നത്? സാധാരണ അധികം പ്രാക്ടീസ് ചെയ്യാറില്ല, പ്രാക്ടീസ് ചെയ്യുന്നുമുണ്ട്. ഹമെന്നും ക്ഷമെന്നും പറഞ്ഞ 2ആണ് അതിൻ്റെ ബീജാക്ഷരം, അല്ല ഈ പെറ്റുലാർ സൗണ്ട്സ്. അതിൻ്റെ ഓം ബേസ് കിടക്കുന്നത് കൊണ്ട് അത് ചെയ്താൽ മതിയാകും, ഇത് ചെയ്യേണ്ട കാര്യം. അങ്ങനെ ചെയ്തിട്ട് ഇയാൾ ആ അവയർനെസ് സൈലൻസിലോട്ട് ഇറങ്ങി അങ്ങ് ലയിച്ചു. പിന്നെ അവിടെ കർമ്മത്തിൻ്റെ ബീജമൊന്നും ഇല്ലാത്തതുകൊണ്ട് മുക്തിയായി. ഇപ്പോൾ ഇങ്ങനെയാണ് ഇത് പോകുന്നത്. ഇതിനാണ് നമ്മൾ പൊതുവെ പറഞ്ഞ കുണ്ടലിനി യോഗശാസ്ത്രം എന്ന് പറയുന്നത്.